ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷെർബീസ് ടൈം പാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷത്താണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. ഇന്നത്തെ നമ്മുടെ ചെറിയ പ്രയത്നങ്ങൾ നാളത്തെ വലിയ സ്വപ്നങ്ങൾക്കുള്ള ഊർജമാണ്. ഓരോ നിമിഷവും ശ്രദ്ധയോടെ തുടങ്ങാം. നമുക്ക് ഈ ദിവസം മനോഹരാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ വീട് തുടങ്ങട്ടോ. ഇന്നത്തെ വീഡിയോയിൽ എന്താ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നതും പിന്നെ അതിലേക്ക് നല്ലത് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. പിന്നെ കുട്ടികൾക്കുള്ള ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെയാണ് വീഡിയോയിൽ ഉള്ളത്. പിന്നെ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് വിടാനൊന്നും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി അനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇങ്ങനെ കിട്ടിക്കോളും. ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ ലൈക്ക് ചെയ്യുക എന്നിങ്ങനെ പറയാന്നല്ലാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പിന്നെ ചെയ്യുന്നതിലാണ് പുതിയ വീഡിയോസിനെ കൊണ്ടുവന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാണുന്നവരാരും ലൈക്ക് ചെയ്യാറില്ല കേട്ടോ. അപ്പൊ നോക്കുമ്പോൾ അവർക്ക് ഇഷ്ടമായിട്ട് എന്താണെന്ന് അറിയില്ല. ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ സ്റ്റാർട്ടിങ് തന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലൈക്ക് ബട്ടണൊക്കെ പ്രസ് ചെയ്യട്ടോ, മറന്നു പോകരുത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം. അപ്പോൾ ഇത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട. അപ്പൊ തലേന്നത്തെ മാവ് ഇവിടെ കുറച്ച് ഉഴുന്ന് ദോശന്റെ മാവാണ്. അപ്പൊ ബാക്കിണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ച് ദോശക്ക് നല്ല ചുട്ടെടുക്കട്ടെ കേട്ടോ. അപ്പോഴൊക്കെ നമുക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് നെയ്ച്ചോറ് ഇവിടെ റെഡി ആക്കണം. അപ്പൊ ഞാൻ സാധാ പത്തിരിപ്പൊടിയില്ലേ, ആ അരി കൊണ്ടാണ് ഞാനിവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് കേട്ടോ. അല്ലാതെ നെയ്ച്ചോറിന്റെ ബിരിയാണിന്റെ ആയിട്ടുള്ള അരിയൊന്നും ഇതിന് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റിന് ഇതൊക്കെ തന്നെ ധാരാളമാണ്. ഈ ഒരു നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ നീർദോശക്ക് ഇതിനോട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ തലേന്ന് അരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടില്ല. അപ്പൊ ഇതിലേക്ക് ആവശ്യത്തിനില്ല ഞാനിത് ഉണ്ടാക്കുന്നത് ഒലിവ് ഓയിലാണ്. അപ്പൊ പാകത്തിന് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡാൽഡന്റെ നെയ്യും ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പൊ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് തന്നെ നല്ല കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു നെയ്യ്. അപ്പം ഇതിലേക്ക് മെസ്സിപ്പിക്കാൻ ഇട്ടെടുത്തിട്ട് അപ്പൊ കുറച്ച് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്താ പറഞ്ഞു വന്നത്, ഇത് സാധാ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചരി കൊണ്ടാണ് ഞാൻ ഇവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ഒരു 2-3 ഏലക്കായി ഇതിലേക്ക് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയും ചേർക്കട്ടോ, ഞങ്ങൾക്ക് വറുത്ത് കണ്ട അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. അപ്പൊ ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടല്ല ഞാൻ ഇതിലേക്ക് അരി ഇട്ടെടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് അരിട്ട് കൊടുത്തിട്ട് കുറച്ചൊന്ന് വറുത്തെടുക്കാൻ പറയില്ലേ, റോസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒന്ന് ചെറുതായിട്ട് അങ്ങനെ ചൂടാക്കിയിട്ട് പിന്നെയാണ് ഞാൻ പാകത്തിന് വെള്ളം ഒഴിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ധാരാളം കേട്ടോ. 1.5 ഗ്ലാസ് അല്ലെങ്കിൽ 1.5 നാഴി എന്നൊക്കെ പറയാം. ആ ഒരു അരി മതിയാകും. അപ്പൊ ഇതിലേക്കൊരു 3 ഗ്ലാസ് വെള്ളം ഞാൻ കറക്റ്റായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഒരു 2.5 ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. സാധാരണ ഞാൻ ഏതിനാണോ എടുക്കുന്നത് വെച്ചാൽ അതിന്റെ ഇരട്ടി വെള്ളം എടുക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് മൈനസ് ചെയ്ത് കണ്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതിൽ പാകത്ത് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്കിത് കുക്കർ മൂടി വെക്കട്ടോ. ഇനി അതവിടെ കടന്നിങ്ങനെ കുക്കായി കുട്ടികൾക്ക് നമ്മുടെ മക്കൾക്ക് ഇതിനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാനുള്ളതും പിന്നെ മൊക്കാണെങ്കിൽ നെഞ്ചിക്കില്ലേ ഇതുമാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു ഉപ്പേരി, ക്യാരറ്റും പയറും നമ്മുടെ ബീൻസ് ചേർന്നിട്ടുള്ള ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്യാരറ്റൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. നന്നാക്കി കട്ട് ചെയ്തിട്ട് ഞാൻ വരാം. ബീൻസ് ഇതൊക്കെ ആദ്യമൊക്കെ കേക്ക് എടുക്കണം കേട്ടോ. ആദ്യം കേക്ക് എടുക്കാൻ ക്യാരറ്റ് കട്ട് ചെയ്തത് ഇങ്ങനെ പച്ചക്ക് കഴിക്കാന്ന് പറയില്ലേ, അത് ഭയങ്കര ടേസ്റ്റ് അല്ലേ. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേവിച്ചതിലാറെ പിന്നെ അതിൽ നല്ലോണം വേവിക്കുന്നതിലാറെ നല്ലത് ഇങ്ങനെ പച്ചക്ക് കഴിക്കുന്നത് ഞാകും. അപ്പൊ എങ്ങനെ എനിക്കറിയില്ല കേട്ടോ. അപ്പൊ എനിക്ക് ഇവിടേക്ക് കേട്ടത് വിവരമനുസരിച്ച് പറഞ്ഞ് ഒരിക്കലും വിവരം കിട്ടിയിട്ട് അതിനനുസരിച്ച് ഞാൻ പറയട്ടെ, നല്ലതാന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഉഷാറായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ഒക്കെ ആക്കി കൊടുക്കുകയൊക്കെ ചെയ്യട്ടോ. അപ്പൊ ഞാൻ ക്യാരറ്റ് എന്തെങ്കിലും ഇടുന്നില്ല. അപ്പൊ ഞാൻ ഉപ്പേരിക്കുള്ളത് മാത്രം കേട്ടോ, ചെറുപ്പലഞ്ചിക്കുള്ളത് മാത്രം ഉണ്ടാക്കുന്നത്. അപ്പോഴേക്ക് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിലുള്ള എണ്ണ ഒഴിച്ചെടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നീ കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ ഒരു സവാളന്റെ ഒരു പകുതി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇനി കടുക് പൊട്ടിയതിനു ശേഷം നമുക്ക് അതും ചേർത്ത് കൊടുത്തിട്ട് കറിവേപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ പയറൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ ഒരു ചെറുതായിട്ടുള്ള ഒരു ഉപ്പേരി ഇവിടെ തയ്യാറാക്കട്ടെ. അപ്പൊ അങ്ങനെ ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇളക്കിയിട്ട് പിന്നെ ഇതിലേക്ക് ചീരമുളക് ഒരു 2-3 ചീരമുളക് ചെറുതാക്കി അരിഞ്ഞ് ഇട്ടെടുക്കട്ടോ.
അപ്പോഴേക്ക് ഇതാ മിന്നുമോളാണെങ്കിൽ മദ്രസ വിട്ട് വന്നിട്ടുണ്ട് ട്ടോ. അപ്പൊ അത് നെയ്ച്ചോറ് കൊടുത്തപ്പോ അതിക്ക് എന്തെങ്കിലുമൊക്കെ വേണം. അപ്പൊ ഇതാണെങ്കിൽ ആയിട്ടില്ല. അതിന്റെ ഇടയിൽ അത് കൊടുത്തപ്പോ പിന്നെ ഓള് ഓക്ക് കൊടുത്തത് ബിരിയാണി കൊടുത്തിട്ടോ. അങ്ങനെ താ ഞാൻ ഇതിലേക്ക് പയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബീൻസ് ട്ടോ. അതൊന്ന് ചേർത്തിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു സംഭവം മറന്നൊരു കാര്യം ഉണ്ടായിന്. അതാണ് ഞാൻ എന്താ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലേ, ആ ഉപ്പൊക്കെ ഞാൻ പിന്നെ ചേർത്ത് കൊടുത്തിട്ടോ. ആ വീഡിയോ കൂടെ പോയാവാം. അപ്പോഴേക്കും ഞാൻ ഇവളെ എന്താണ് വാട്ടർ ബോട്ടിൽ ഒന്ന് കുറച്ച് വാട്ടർ ഒക്കെ ഒന്ന് ആക്കി കൊടുക്കട്ടെ കേട്ടോ, റെഡിയാക്കി കൊടുക്കട്ടെ. അപ്പൊ ആദ്യം കഴിയുന്നത് ചിലപ്പോ ഇതൊക്കെ ഇനി ഓർമ്മയില്ലത് ഇങ്ങനെ ആദ്യം പെട്ടെന്ന് ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ പിന്നെ അതിമൊക്കെ നോക്കണ്ടല്ലോ, പിന്നെ ആ സമയത്ത് അവരുടെ എടുത്ത് പോയിക്കോളും. ഞാൻ അങ്ങനെ ജിതുമോണ്ട് ഇതൊക്കെ റെഡി ആക്കാനുണ്ട്. അടുത്തത് നിങ്ങൾ പോകുമ്പോഴേക്കും എന്താണ് ചോറ് വെന്തിക്കണം, അത് എന്താണ് ഊറ്റാനായെന്നൊക്കെ നോക്കണം. ഏതായാലും ക്യാരറ്റ് ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇപ്പൊ വെച്ചാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ അത് നമ്മൾ ഈ തിരക്കിന്റെ ഇടയിൽ ആ ഒരു ശ്രദ്ധക്കുറവ്, അപ്പൊ അത് ഓർമ്മയില് ഒരു കിട്ടൂല. നമ്മൾ ഓർമ്മ ഇല്ലാന്ന് പറഞ്ഞാല് ഓർമ്മ നമ്മൾ ആ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് നമുക്ക് ഓർമ്മ ഇല്ലാത്തത് കേട്ടോ. അപ്പൊ നമ്മൾ എങ്ങനെ ഏത് എന്താണ് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും അതിന്റെ അളവും ഇതൊക്കെ സാധനം സാമ്യം ഇതൊക്കെ പാകായാല് ആരുണ്ടാക്കിയാലും ഇതാവും കേട്ടോ. ആരുണ്ടാക്കിയാലും ഒക്കെ ടേസ്റ്റ് ആവും. പിന്നെ അതിനനുസരിച്ചുള്ള സാധനത്തെ കിട്ടിയാൽ ടേസ്റ്റ് ആവും. അപ്പൊ അതിന്റെ ആ ഒരു ഇത് പാകമായി കിട്ടിയാൽ മതി എല്ലാതും. അപ്പൊ ഞാൻ ലഞ്ച് ബോക്സിക്ക് എന്താണ് ഫുഡ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നോക്ക് വേണ്ട എന്താ നമ്മൾ തയ്യാറാക്കി വെച്ച ക്യാരറ്റ് ആൻഡ് പയർ മിക്സ്ഡ് ഉപ്പേരി ഇതാട്ടോ. അപ്പൊ ഇത് ഞാൻ ഇട്ടതിന്റെ ഉണ്ടാക്കിയതിന്റെ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അതിലേക്ക് എന്താണ് കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ കടുക് പൊട്ടിയതിനു ശേഷം സവാള പൊട്ടിയതിനു ശേഷം ചീരമുളക് ഇതൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, അതൊക്കെയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അവൾക്ക് പോവാൻ ടൈം ആയിട്ടുണ്ടെങ്കിൽ അടുത്തവള് നമ്മളെ പറഞ്ഞിട്ട് വേണം എന്താ നമ്മളെ ഇതുകൊണ്ട് ഒന്ന് റെഡിയാക്കി വെക്കാന്. ആരുണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞുകാണ്ട് എന്താണ് അടുപ്പത്ത് വെച്ചുകാണ്ട് ഇങ്ങനെ ശ്രദ്ധ ഇല്ലാതെ അതിലും പോയി മറന്നു വെച്ച് കരിയിപ്പിച്ചിട്ട് പിന്നെ ഇന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ അല്പം ശ്രദ്ധിച്ചുകാണ്ട് നിങ്ങൾ ഇതാക്കട്ടോ. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധ എന്താ കുക്കിങ്ങിലേക്ക് ശ്രദ്ധിച്ചുകാണ്ട് അങ്ങനെ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവരൊക്കെ കേട്ടോ. അല്ലാത്തവർക്ക് പിന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അങ്ങനെ ജിതുമോൻ ഓനിതാ നെയ്ച്ചോറ് മതി എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സ്നാക്സ് ഓന് സ്നാക്സ് ആയിട്ട് നെയ്ച്ചോറ് മതിയാണ്. അപ്പൊ അങ്ങനെ അവൾക്ക് നെയ്ച്ചോറായിട്ടും കൊടുക്കുകയാണ്. പിന്നെ മിന്നക്കുട്ടിക്കും അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പൊ അവൾക്ക് അതിട്ട് നിങ്ങൾ ഈ ഒരു ഉപ്പേരി ആവാൻ കാത്തിരുന്നതായിരുന്നു. അപ്പോഴേക്കോള് എന്താണ് കുളിയൊക്കെ കഴിച്ചിട്ട് എന്താണ് കുളിയൊക്കെ കഴിക്കട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് അപ്പൊ അവർക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അപ്പൊ ജിതുമോനുമാണ്. അപ്പൊ അവൻ പറയുന്നത് ബിരിയമാമു, എനിക്ക് ബിരിയമാമു ആണ്, എനിക്ക് ബിരിയമാമു മതി സ്കൂൾക്ക്. അങ്ങനെ അവന്റെ ലഞ്ച് ബോക്സിക്കും ഒക്കെ സോറി അവന്റെ സ്നാക്സ് ബോക്സിക്കും ഒക്കെ റെഡിയാക്കി വെച്ച് എന്താണ് വാട്ടർ ബോട്ടിൽ ആയിട്ട് വാട്ടർ ഒഴിച്ചെടുക്കണം. അങ്ങനെ ഇതാ അവന്റെ വാട്ടർ ബോട്ടിൽ. പിന്നെന്നാണെങ്കിൽ സ്കൂളിൽ പാലുണ്ടാവും. അപ്പൊ അതിനൊരു ഗ്ലാസും ഇതിന്റെ മുകളിൽ വെക്കണം. നമ്മളെ വിന്നമോക്ക് ലഞ്ച് ബോക്സിക്ക് എന്താണ് ലഞ്ച് ആക്കി കൊടുക്കുമ്പോഴൊക്കെ തന്നെ എന്താണ് ഇവന് ഞാൻ സ്നാക്സിക്കുള്ളതും അങ്ങനെ തയ്യാറാക്കി വെക്കട്ടെ ചില സമയങ്ങളിലൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ. പിന്നെ അവൻ പോയിട്ട് പിന്നെ അവനെ കുറച്ചു നേരം പഠിപ്പിക്കാനും ഇരുന്നാൽ മതിയല്ലോ. പിന്നെ അവന് 8:45 എന്താ 9ന്റെ ഇടയിൽ തന്നെ കുളിക്കാൻ പോകണ്ട. അപ്പൊ മിന്നമോള് പോകണ്ട. അപ്പൊ ഓളെ ഇതിക്ക് എന്താണ് പാത്രത്തൊക്കെ ആക്കി എല്ലാം ആക്കി ഓള് പോകണ്ട. ഇനി അടുത്തത് ജിതുമോന്റെ ഇതാണ്. അപ്പൊ അങ്ങനെ അവള് പോയി. അപ്പൊ ഇത് ബുധനാഴ്ചക്കത്തെ ഇതാണ് കേട്ടോ വ്ളോഗാണ്. അതാണ് യൂണിഫോം ഇടാതെ പോകുന്നത്. എല്ലാവർക്കും അറിയാലോ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ അവള് പോട്ടെ. ഇനി അടുത്തതാണ് ജിതുമോന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ എടുക്കുന്ന ടൈമിൽ കുറച്ച് വീഡിയോ എടുത്തതാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ആരെയും ഇനി വീഡിയോ എടുക്കാൻ തന്നെ വിചാരിച്ചു പോയിട്ടോ. അന്ന് എനിക്ക് ഇന്നലത്തെ ഞാൻ എന്താണ് ഒരാളെ ചോദ്യം ചോദിച്ചാണ്ട് കാക്കപ്പെടില്ല എന്നൊക്കെ ഒരു ചോദ്യം ചോദിച്ചപ്പോ എനിക്ക് എന്താ എപ്പോഴാണെങ്കിലും വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പൊ ജിതുമോനാണെങ്കിൽ ആകെ നമ്മളെ ആകെ ആകെ അലങ്കോലാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ അലങ്കോലാക്കി ഇടുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ഒന്നും കയറാതിരിക്കൂല. അപ്പൊ നമ്മൾ ഇനി ഓരോ പോയിട്ട് ഇതാക്കാന്നൊക്കെ വിചാരിച്ചിരിക്കും. അപ്പൊ ഇതാ ഇവനെ പഠിപ്പിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പൊ അവനെ പഠിപ്പിക്കാൻ കേട്ടോ. കുറച്ചു നേരം ഞാൻ അവനൊക്കെ ഒന്ന് പഠിപ്പിക്കട്ടെ. ഇതാ ഈ തട്ടിലെന്തൂല ഈ തട്ടിലെന്തൂല. അപ്പൊ ഈ തട്ടിലെന്തൂല. അപ്പൊ ഈ തട്ടിലെന്തൂല. ഞാനാണെങ്കിൽ ജിതുമോനെ പഠിപ്പിച്ചു കൊടുക്കാൻ നിൽക്കുമ്പോൾ ഒരു അരമണിക്കൂർ കിട്ടുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിപ്പിക്കട്ടെ വിചാരിച്ച് നോക്കുമ്പോൾ അവനോട് എന്താ അങ്ങോട്ട് പറയുന്നതും എന്നിട്ട് ചില സമയത്ത് കേൾക്കുക, ചില സമയത്താണെങ്കിൽ എന്തെങ്കിലും വണ്ടി വരാനായാലും ഉത്തർന്ന് ഹോംവർക്കാണ് ചെയ്തിട്ട്. അപ്പൊ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഒരു സമയത്ത് പോകാനുള്ളൊരു ടൈമിൽ എന്തൊരു ഇതാണ്.
അപ്പൊ അവനെ പറഞ്ഞേക്കാനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 10 മണി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവന് ബാഗൊക്കെ കൊടുത്തയച്ചിട്ട് എന്താണ് ബാഗൊക്കെ അവന്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ അവിടെ മുറ്റത്ത് ഇങ്ങനെ കാത്തു നിൽക്കട്ടെ. അപ്പൊ ഞാൻ ഇനി വല്ലാതെ റോട്ടിക്കൊന്നും പോകില്ല. അപ്പൊ ഞാൻ നാള് എന്താണ് 2 ദിവസം മുമ്പിനോട് ചോദിച്ചല്ലോ, ഒരാളിങ്ങനെ ബൈക്കിൽ പോയിക്കൊണ്ട് വന്നപ്പം കാക്ക ഇവിടെ ഇല്ലേ എന്നല്ലേ ഒരു ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇനി വണ്ടി ഓൺ അടിക്കുമ്പോഴെന്നാണ്ട് പോകാൻ വിചാരിച്ചു. അപ്പൊ അങ്ങനെ നിൽക്കട്ടെ. ഇപ്പം ഞാൻ എങ്ങനെ ഉണ്ടെങ്കിലും ഇപ്പൊ വീഡിയോ എടുക്കട്ടോ. വീഡിയോ എടുക്കാനുള്ള സ്റ്റോറേജ് സ്പേസും ഈ ഫോണിൽ ഇല്ലെങ്കിൽ പോലും ഒരു ദിവസം എന്താണ് ഇങ്ങനത്തെ ബ്ലോഗ് വീഡിയോ എടുത്താൽ ഇങ്ങനെ ലോങ് ആയിട്ടുള്ള വീഡിയോ എടുത്താൽ പിറ്റേന്ന് ഇതിനില്ല സ്റ്റോറേജ് സ്പേസും ഇല്ല. അതാണ് ആദ്യം ഇങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഇവിടെ എന്റെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അവനെ പറഞ്ഞയച്ചിട്ട് ഞാൻ എന്താണ് വരട്ടോ. പിന്നെ നമ്മളിങ്ങനെ വീഡിയോ എടുക്കല്ലേ, പിന്നെ 2 സ്കൂൾ ഗ്രൂപ്പ് പിന്നെ മദ്രസ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോറേജ് ഫുള്ളാവും. എന്ന് എനിക്ക് വാട്സപ്പ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കേണ്ടി വരും, അതൊന്ന് ഡിലീറ്റ് ആക്കേണ്ടി വരും, പിന്നെ എന്താ രണ്ടാമത് കയറ്റെടുക്കേണ്ടി വരും. അങ്ങനെ അവൻ പോയി ഞാൻ അങ്ങോട്ട് തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എന്താണ് അവര് പേടിയിൽ പെട്ടതാണ്. ഇപ്പൊ എന്ത് അനുഭവപ്പോഴേക്കും ഇങ്ങനെ ഒരു പേടിയാണ് കേട്ടോ. എവിടെയെങ്കിലും പെട്ടെന്ന് ഒരു പേടി ഇങ്ങോട്ട് മനസ്സിൽ വരും. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി വാഷിംഗ് മെഷീനിൽ എന്താണ് കുറച്ച് എന്താണ് കുട്ടികളെ യൂണിഫോം എടുത്ത് വെച്ചിട്ട് ഉണക്കി എന്താണ് വെച്ചിട്ടുണ്ട്, എന്താണ് ഉണക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഉണങ്ങി ഇതൊന്ന് മുകളിൽ കൊണ്ടുപോയി തോരക്കിടണം കേട്ടോ. അങ്ങനെയാണ് ഇന്നത്തെ കഥകളും കാര്യങ്ങളൊക്കെ. ഇനി അടുത്തത് എന്താ കുറച്ച് എന്താണ് എന്താ പറയാ, കുറച്ച് നമ്മളെ തെങ്ങിനൊക്കെ ഒന്ന് കുറച്ച് വളം ഇട്ട് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചാണകപ്പൊടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒരു ബക്കറ്റിൽ കേട്ടോ. അവരെ പറഞ്ഞതിന് ശേഷം ഞാൻ മറ്റൊരു വീഡിയോക്ക് വോയിസ് ഒക്കെ കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിടാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പൊ ഞാൻ ഇതിടാൻ വേണ്ടി വരുമ്പോഴേക്ക് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഓരോ തെങ്ങിന് ഇങ്ങനെ ഈ ഒരു ബക്കറ്റിൽ നിന്നൊരു അളവിലാണ് ഞാൻ ഇട്ടെടുക്കാൻ പോകുന്നത് കേട്ടോ. ഹെൽപ്പിനായിട്ട് എന്റെ ഒപ്പം ഉമ്മയുണ്ട്. പിന്നെ കുറച്ച് നായ്ക്കളുണ്ട് കേട്ടോ. ഈ പരിസരത്ത് കൂടെ അങ്ങനെ നായ്ക്കളുണ്ട്. അപ്പൊ കുറച്ച് കുട്ടികളെ ഒന്നും കാട്ടൊന്നുമില്ല. കുട്ടികളങ്ങനെ പുറത്തു കൂടെ വിട്ടെടുക്കാനും പേടിയാണ്. നമ്മളെ തന്നെ കുറെ 4-5 കണ്ടാൽ പേടിയുള്ളവരും ഉണ്ടാവും, പേടിയില്ലാത്തവരൊക്കെ ഉണ്ടല്ലോ. പക്ഷെ എനിക്ക് ആര് ഭാഗം പേടിയുണ്ട്. പക്ഷെ വളർത്തു നായ്ക്കളെ പേടിക്കാനൊന്നുമില്ല. അല്ലാത്ത കാട്ടുനായ്ക്കൾ മലനായ്ക്കളൊക്കെ ആകുമ്പോഴാണ് പേടിച്ചത്. ഇത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തോന്നുന്നത്. ഇതുവരെ എനിക്ക് അറിയില്ല കേട്ടോ എന്താണെന്നില്ല. അപ്പൊ അവര് അല്ലാതെ ഇങ്ങനെ ഒരു ശല്യം എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു ശല്യം അല്ലെങ്കിൽ നമുക്കൊരു പേടി കിട്ടും. ആ ഒരു പേടി തന്നെ മതി നമുക്ക് എല്ലാത്തിനും ബേജാറും ഇതൊക്കെ ആകാനും പുറത്തിറങ്ങാനൊക്കെ പേടി. പിന്നെ ഒരു അയക്കൂടെ ഒരു അപരിചിതന്റെ ഒരു ഇതും കൂടി കിട്ടിയപ്പോ ഒന്നും കൂടി പേടി കൂടാനൊരു ഇത് ആയിന്ന് മാത്രം. അപ്പൊ അങ്ങനെ ഞാൻ തെങ്ങിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെയാണ് വളമിട്ടെടുക്കുക. അപ്പൊ ഓരോ തെങ്ങിനും ഇങ്ങനെ ഒരു ബക്കറ്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെ അതിങ്ങനെ പരത്തി ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അങ്ങനെയാണ് കേട്ടോ. ഒരു കൂടി തന്നെ ഇട്ട് കൊടുക്കരുത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അങ്ങനെയാണ് ഇട്ട് കൊടുക്കല്. അപ്പൊ ഇതിനൊന്നും ആളെ വിളിച്ചാലും മുതലാകൂല. അപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് കൂലി കൊടുക്കുകയാണെങ്കിലും ഒരു 600 രൂപന്റെ മേലെ കൊടുക്കണം. പിന്നെ ആണുങ്ങളെ കാര്യം പറയും വേണ്ടല്ലോ. അവരൊരു 7 മണിക്കൊക്കെ വരും. പിന്നെ ഉച്ചക്ക് ശേഷം വെയിലായപ്പോ ഉച്ചക്കിന്റെ പണിക്കൊന്നും ആരും കിട്ടൂല. അപ്പൊ പെട്ടെന്ന് പണിയുണ്ട് വേഗം എടുത്ത് തീർക്കാന്നുള്ളതാണ് ഓരോരുത്തരുടെ ഉദ്ദേശം തന്നെ. അപ്പൊ രാവിലെ വരിക, പിന്നെ ഒരു 2 മണിയാകുമ്പോഴേക്ക് പണി നിർത്തി വെച്ച് പോയാൽ വെയിലുണ്ട് കാണും, ഇങ്ങനെ പണി എടുക്കണ്ടല്ലോ. അങ്ങനെയാണ്. പക്ഷെ എന്നാലും ഒരു 10 മണി കഴിഞ്ഞാൽ തന്നെ നല്ല വെയിലാണ്, നല്ല ചൂടുള്ള വെയിലാണ് ഞാൻ ഇവിടെ ഉള്ളത്. അപ്പൊ ഈ ഒരു മഴ തന്നെ പെയ്തുകൊണ്ട് നിൽക്കുമ്പോ തന്നെ ഇപ്പൊ മഴയല്ല. അപ്പൊ പെട്ടെന്നാണ്ട് വളമിട്ട് കൊടുത്താൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ തെങ്ങൊക്കെ ഇങ്ങനെ അതൊക്കെ ഇങ്ങോട്ട് കാണാൻ പറ്റാതെ ഇട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇനി വളം വേണ്ടി ഇട്ട് കൊടുത്താൽ വിചാരിച്ചപ്പോ അതാണ് ഇവിടുത്തെ അവസ്ഥകളും കഥകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഈ വ്ലോഗ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ തെങ്ങിന് ഈ ഒരു വളമൊക്കെ ഇട്ടെടുക്കാൻ പോയപ്പോണ്ടല്ലോ, പിന്നെ കുറച്ച് ഓരോ തെങ്ങിന്റെ ഓരോ തേങ്ങ അങ്ങനെ പോയ പോക്ക് ഏതായാലും വെറുതെയിട്ടില്ല. കുറച്ച് വെയിൽ കൊണ്ടൊക്കെയാണ് എനിക്ക് കുറച്ച് തേങ്ങക്ക് കുടുങ്ങി കിടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ 2-3 തേങ്ങയൊക്കെ വിറ്റിട്ടുണ്ട്. തോന്നാതെ പോയക്കൂല. അതൊക്കെയാണ് തേങ്ങ കിട്ടാതെ നിൽക്കുന്നത് കേട്ടോ. പിന്നെ കിട്ടാനും ഇല്ല, പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ചിലപ്പോഴേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞു അങ്ങനെ ഓരോന്നും ഇങ്ങനെ എറിഞ്ഞു കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് എന്താണോ, അഭിപ്രായം എന്താണോ അത് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കും. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ, താങ്ക് യു.